Maiva Silks, Kasargod, Kanyanad, Mangalore. എനിക്കിപ്പം കഫമില്ല. കഫം ഉണ്ടപ്പോഴത്തേക്ക് ഞാൻ ചുമച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചുമയ്ക്കുമ്പം കുപ്പിച്ചില്ലും കൊണ്ട് കുത്തിക്കയറുന്ന പോലെയാണ് എൻ്റെ രണ്ട് സൈഡിലും വാരിയലിൻ്റെ ഉള്ളിനകത്തു നിന്നുള്ള വേദന. ഐസിൻ്റെ ഒരു കട്ടയിൽ ഞാൻ ചാരി നിന്നാൽ എങ്ങനെയായിരിക്കും എൻ്റെ പുറത്ത് ഫീൽ ചെയ്യുന്നത്? എൻ്റെ പുറത്തെ ആ പുറം ഭാഗം ആ ഐസിൽ നിൽക്കുമ്പോൾ രണ്ട് സൈഡും തണുത്തിരിക്കുന്നത്. അതിനകത്ത് കൂടുതലും തണുപ്പും നല്ലപോലെ തണുത്തിരിക്കുന്നു, അതുപോലെ വേദനയും ഉണ്ട്. ചുമയ്ക്കുമ്പോൾ കുപ്പിച്ചില്ല് തറച്ചു കയറുന്നത് പോലെയുള്ള വേദന, കിടക്കുമ്പോൾ നഗ്നമായ ശരീരം ഐസ് കട്ടയിൽ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അതിഭയാനകമാണ് COVID-19 എന്ന കൊറോണ വൈറസ്. കൊറോണയെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്ത പ്രവാസ ലോകത്തെ ഈ ദമ്പതികൾ അവരുടെ ദാരുണമായ അവസ്ഥ വിവരിക്കുകയാണ്. ദൃശ്യം കാണാം. ഇതിനകത്തെ ഒരു വലിയ തെറ്റ് സംഭവിച്ചു. നിങ്ങളതെല്ലാം തെറ്റായിട്ട് എടുക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തന്ന നേരത്തെ പറഞ്ഞിരുന്ന ആ വീഡിയോയിൽ എനിക്ക് കുറഞ്ഞു എന്നാണ് എല്ലാവരും പറഞ്ഞത്. എൻ്റെ അസുഖം പോയി എന്നുള്ളത്. അപ്പം ഒരു നിമിഷം, നിങ്ങൾ കടക്കേണ്ടത്, ഞങ്ങളിപ്പോൾ ഇവിടെ കടക്കുന്നത് കണ്ടോ, ഇതുപോലെ ഈ ചാരുകസേരയൊക്കെ ഇട്ട് കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെയാണ് കടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ കടക്കുന്നത്. അപ്പോൾ അത് നോക്കുക. അതേ കണ്ണോട് കൊറോണ പിടിച്ച് ഇവിടെ പല മലയാളികൾക്ക് അവരുടെ മുഖവും പേരും പുറത്ത് പറയാനും കാണിക്കാനും പേടിയാണ്. എനിക്കറിയില്ല ഇത് എന്താ ഒരു ഇതെന്ന് എനിക്ക് അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. എന്റെ കെട്ടികളടക്കം കൊറോണ വന്നെന്നുള്ളതെങ്കിൽ ഏതാണ്ട് കുഷ്ഠം വന്നവരാ. ആക്കിയിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു മെസ്സേജിനകത്ത് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ട് എനിക്ക് അസുഖം കംപ്ലീറ്റ് ഭേദമായെന്നുള്ളത് ശരിയല്ല. ആ തെറ്റായ ധാരണയൊന്ന് മാറ്റാനാണ് ഞാൻ വിളിച്ചത്. എൻ്റെ ശരീരത്തിന്റെ ഇത് കുറഞ്ഞു എന്നുള്ള സിംറ്റംസ് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വലിയ മെയിൻ ആയിട്ടുള്ള സംഭവം കടക്കുകയാണ്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. എൻ്റെ ലങ്സിനെ കയറി അത് പിടിച്ചു. ലങ്സിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇല്ലാണ്ട് ഒരു ഐസിന്റെ ഒരു കട്ടയിൽ ഞാൻ ചാരി നിന്നാൽ എങ്ങനെയായിരിക്കും എൻ്റെ പുറത്ത് ഫീൽ ചെയ്യുന്നത്? എൻ്റെ പുറത്തെ ആ പുറം ഭാഗം ആ ഐസിൽ നിൽക്കുമ്പോൾ രണ്ട് സൈഡും തണുത്തിരിക്കുന്നത്. അതിനകത്ത് കൂടുതലും തണുപ്പും നല്ലപോലെ തണുത്തിരിക്കുന്നു, അതുപോലെ വേദനയും ഉണ്ട്. എനിക്കിപ്പം കഫമില്ല. കഫം ഉണ്ടപ്പോഴത്തേക്ക് ഞാൻ ചുമച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചുമയ്ക്കുമ്പം കുപ്പിച്ചില്ലും കൊണ്ട് കുത്തിക്കയറുന്ന പോലെയാണ് എൻ്റെ രണ്ട് സൈഡിലും വാരിയലിൻ്റെ ഉള്ളിനകത്തു നിന്നുള്ള വേദന. അപ്പൊ ഇതാണ് ഒരു ഇത് പറഞ്ഞത്. കാരണം പലർക്കും ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ശേഷം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, റോജ തെറ്റിദ്ധരിക്കരുത്, കാരണം ഇതേ സംഭവമാണ് ഇറ്റലിയിൽ പലർക്കും എന്ന് പറഞ്ഞാൽ പ്രായം ചെയ്യുന്നവർക്കല്ല, കൂടുതലും ഇറ്റലിയിലെ യുവത്വത്തെ, അതായത് യുവാക്കൾ, യങ്സ്റ്റേഴ്സിന് പറ്റിയ അബദ്ധമാണിത്. കാരണം അവര് ഇപ്പൊ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് കണ്ടപ്പോൾ അവർ ഓർക്കും, ആഹാ എല്ലാം കഴിഞ്ഞു, ശരീരത്തിന്റെ ആ വലിയ ഇതൊക്കെ കഴിഞ്ഞു എന്ന് കരുതി അവർ ആഹ്ലാദിച്ച് നടക്കും. അപ്പോഴാണ് അടുത്ത തേണ്ട്രാപ്പട്ടി എന്ന് പറഞ്ഞ അടുത്ത പരിപാടി അവർ ലങ്സും ആയിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ ഈ സിംറ്റം ഞാനിപ്പം വളരെ വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, ഒരു ഡോക്ടറാണ്, കേരളത്തിലുള്ളതാണ്. ആ ഡോക്ടറോട് ചോദിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ്, വളരെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. ആ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത് ശരിയല്ല, ഞാൻ ആശുപത്രി പോകേണ്ട കേസാണ് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഇപ്പം ഏതായാലും അത്യാവശ്യം മെഡിസിനുകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് നാളെ മുതൽ ഞാനത് എന്താണെങ്കിലും അത് കഴിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സഹധർമ്മിണി ഇവിടെ അസുഖം പിടിച്ച് ഞങ്ങൾ അതുപോലെ ഞാനിവിടെ കടക്കുന്നത് കണ്ടോ, ഞാനിവിടെ ചാരുകസേര, നമ്മുടെ നാട്ടിലെ ചാരുകസേര പോലെ ഞങ്ങളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊക്കി വെച്ച്, ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ബെഡിൽ ഇരിക്കുകയാണെങ്കിൽ ആ ബെഡ് നമുക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഇങ്ങനെ ഉയർത്തിയാണ് വെച്ചേക്കുന്നത്. ബെഡിൽ കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി കഫം കെട്ടി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ പൊക്കി. എനിക്ക് ശ്വാസം വിടാനും എല്ലാം ഇത് വളരെ ഉപകാരമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള പല മലയാളികളും അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ഈ കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആർക്കും അവരുടെ പേര് പറയാനോ
അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരോട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാനോ ആർക്കും ധൈര്യമാണോ അതോ അവർക്ക് പുറകോട്ട് പരിഗണിക്കുന്നതാണ് അവർക്കും നാണമായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയാം, അയ്യോ എനിക്ക് വന്നത് നാട്ടുകാർ അറിയരുത്, അവൻ്റെ അസുഖം നാട്ടുകാർ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്. പക്ഷേ ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു സഹായം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നൊരു. അതുപോലെ നാട്ടിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ കഴിയാവുന്ന പുറത്തിറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന നിയമങ്ങൾ അതുപോലെ പാലിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞെന്നാൽ ഈ ഒരു അവസ്ഥകളൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. അപ്പം എന്താണെന്നുണ്ടെങ്കിലും എൻ്റെ ആ മുന്നിലുള്ള സന്ദേശം തെറ്റായി എടുക്കാതെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഉള്ളവരാണെങ്കിലും യൂറോപ്പിലുള്ളവരാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ വന്നിട്ടുള്ളവർ ഔഫ് പാസും ചെയ്യുക. ഔഫ് പാസ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. നിങ്ങൾ വീണ്ടും നോർമൽ ജീവിതത്തിലേക്ക് പോകരുത്. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ചെയ്യുക. കഴിയാവുന്നതും എനിക്ക് പറഞ്ഞു തന്ന മരുന്ന് മറ്റുള്ളവർക്ക് തരുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. അതുപോലെ ഇതിന്റെ സിംറ്റംസ് പലർക്കും പല രീതിയിലാണ് വരുന്നത്. അതും നിങ്ങൾ ചെയ്യുക. അവൻ അങ്ങനെയാണല്ലോ വന്നത്, എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത്. 10 പേരാണെങ്കിൽ 10 പേർക്കും 10 തരത്തിലാണ് വരുന്നത്. അപ്പൊ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ നോക്കി അല്ലേ, ഇത്രയും പേര് നോക്കിയിരിക്കുന്നതല്ലേ. നീ ഒന്ന് പറഞ്ഞേ, നിനക്ക് നിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. പിന്നെ അത്രേ ഉള്ളൂ ആണോ? ഓക്കെ. കണ്ടോ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതിങ്ങനെ ചാരുകസേരയിട്ട് ഞങ്ങളുടെ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ഉറങ്ങുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ബെഡേ കടന്നുറങ്ങുമല്ല, ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇത് അതുപോലെ കുടിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ എങ്ങനെയാ എനിക്ക് നാരങ്ങ വെള്ളം, ഇഞ്ചി, ചുക്കുവെള്ളം, പിന്നെന്താ ഈ ഉപ്പിട്ടിട്ട് ഞങ്ങൾ ഇൻഹലേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് വേറെന്താ ചെയ്യുന്നേ ഒന്ന് പറഞ്ഞേ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ജീവിത അനുഭവം. ഞാൻ പറഞ്ഞ ഇന്നിപ്പോ ആർക്കും അറിയാം ഇത് പുതിയതായിട്ട് വന്നൊരു അസുഖമാണ്. അനുഭവമുള്ളവരാരും പുറത്ത് പറയുന്നില്ല. എൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വരെ മുഖം നേരിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആയിക്കോട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആർക്കും ഈ അസുഖം വരാതിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.